ഹലോ, എല്ലാവർക്കും മാം ബിക്കോൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് അത്ര പോസിറ്റീവായ ദിവസമായിരിക്കില്ലല്ലേ. പലർക്കും ഭയങ്കര എനർജി വിഡ്രോൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശിവരാത്രി എന്താണ്, ശിവരാത്രി അനുഷ്ഠാനങ്ങളും ശിവരാത്രിയും തമ്മിലുള്ള ബന്ധം എന്താണ്. ഐതിഹ്യം ഒരു സൈഡിലിരിക്കട്ടെ, നമുക്ക് ഐതിഹ്യം എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് അടിച്ച് എന്നെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ലൂണാർ മന്തിൻ്റെ, അതായത് ലൂണാർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ന്യൂ മൂണായി തിരിച്ചു വരുന്ന ഒരു കാലയളവുണ്ടല്ലോ, അതാണ് ലൂണാർ മന്ത് എന്ന് പറയുന്നത്. അപ്പം ലൂണാർ മന്തിൻ്റെ, അതായത് അതിൽ ന്യൂ മൂണിൻ്റെ തൊട്ട് മുന്നേയുള്ള ദിവസമാണ് 14th ഡേ. അതാണ് എന്ത്, ശിവരാത്രി. ശിവരാത്രിക്ക് ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മന്തിലും ഒരു ശിവരാത്രി ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് മഹാശിവരാത്രിയാണ്. മഹാശിവരാത്രിയുടെ, അതായത് 14th ഡേ നമ്മൾ ന്യൂ മൂൺ. ഇപ്പം ന്യൂ മൂണും എർത്തും തമ്മിലുള്ള ബന്ധം, അതായത് ന്യൂ മൂണും ദ ക്രിയേറ്ററും തമ്മിലുള്ള ബന്ധം ആദ്യം പറയാം. നമ്മുടെ ഓർബിറ്റിൽ, നമ്മളൊരു ഓർബിറ്റിലാണല്ലോ ഉള്ളത്, അതിൽ ആ ടിൽറ്റിൽ തന്നെ നമ്മളെ എർത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്, മൂണ്. അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഈ ചുറ്റും നമ്മളെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മൂണ്. ഈ മൂണ് നമ്മളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ അതിൻ്റെ ഒരു ആകർഷണം കുറയുകയാണ് അല്ലേ. ഓരോ സ്ഥലത്ത്, ഭൂഖണ്ഡത്തിൻ്റെ ഓരോ സ്ഥലത്തേക്ക് മാറുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് വിസിബിൾ ആവാൻ പറ്റുന്നില്ല. അപ്പം ആ സമയത്ത് പുള്ളിങ് ഏത് സൈഡിലാണോ അപ്പം കറക്റ്റ് ഉള്ളത് അവിടെയാണ് ആ പുള്ളി എനർജി ഉണ്ടാവുക. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആ പുള്ള് ഉണ്ടാവില്ല. ആ പുള്ള് ഇല്ലാണ്ടാവുന്ന സമയത്ത് ചെറിയൊരു ഇംബാലൻസ് അനുഭവപ്പെടും. അപ്പം പൊതുവെ എനർജി ഈ ന്യൂ മൂണിൻ്റെ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് എനർജി ഡ്രെയിൻ ആവുന്ന അവസ്ഥ ഉണ്ടാവും. ആർക്ക്, എഴുത്തിന്. അപ്പോൾ ദ ക്രിയേറ്ററിന് ഈ ഇംബാലൻസിങ്ങിലായിരിക്കും ദ ക്രിയേറ്റർ ഉണ്ടാവുക. അപ്പം ആ സമയത്ത് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, അതുപോലെ തന്നെ കഴിയുന്നതും ഫുഡ് കുറച്ച്, പിന്നെ ഈ ഉറക്കം പോലും നമ്മളെ പല രീതിയിലും നെഗറ്റീവ്ലി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അന്ന് ഉറക്കമൊഴിച്ച് പോലും പ്രാർത്ഥനകളിൽ ഏർപ്പെടണം എന്നാണ്. നമ്മൾ അഫർമേഷൻസ് കൊണ്ട് നമ്മൾ ശക്തി കൂടുതൽ കൊടുക്കണം എന്നാണ്. നമ്മൾ അങ്ങോട്ട് ശക്തി കൊടുക്കുന്ന ഒരു സമയമാണ് അത്. നമ്മുടെ എല്ലാവരുടെയും ശക്തി ഒരുമിച്ച് കൂട്ടി നമ്മുടെ ക്രിയേറ്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പം ശിവരാത്രി എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. അപ്പം നമ്മൾ ചില ആളുകൾ, ഇപ്പം ചില പ്രത്യേക റിച്വൽ അല്ലെങ്കിൽ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ശിവരാത്രി ഒരു കോമൺ ഡേ ആയിട്ട് തോന്നാം. അപ്പം ശിവരാത്രിയുടെ ബേസ് ഇതാണ്. ഇപ്പം എല്ലാവർക്കും, ഇപ്പം മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനല്ല. കഴിയുന്നതും ന്യൂ മൂണിൽ, ഫുൾ മൂണിലൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ഉപവസിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ നന്നായിട്ട് ഡ്രെയിൻ ആവുന്നതിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുത്തോളും. പക്ഷേ കഴിയുന്നതും ആ സമയത്ത് അത്രയും ഒരു പ്യൂരിറ്റി അല്ലെങ്കിൽ അത്രയും ഒരു പവർഫുള്ളായിട്ട് നമുക്ക് ആ സംഭവം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഇതിൻ്റെയൊക്കെ കൺസെപ്ഷൻസ് കുറയ്ക്കുക. നമ്മൾ എനർജി അധികം പോകുന്ന സ്ഥലങ്ങളൊക്കെ മാറ്റിയിട്ട് മുഴുവനായിട്ടും പോസിറ്റിവിറ്റിയിൽ, അഫർമേഷനിൽ കേന്ദ്രീകരിച്ച് നിൽക്കാൻ ശ്രമിക്കുക. ഇതാണ് ഈ ശിവരാത്രി എന്നുള്ളൊരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ തോന്നിയിട്ട് ആർക്കെങ്കിലും എടുക്കാൻ തോന്നുകയാണെങ്കിൽ ചെയ്യൂ, ഇല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു തരാൻ. പിന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്. പൈസ ഫീസ് വെച്ചിട്ടാണ് ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുന്നത്. അപ്പം 20 മിനിറ്റ്സിന് ഞാൻ 850 ആണ് ചെയ്യുന്നത്. കാരണം ചെറിയ ചെറിയ ഡൗട്ട്സൊക്കെ ആണെങ്കിൽ, ഒരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ആണെങ്കിൽ അതൊന്ന് സംസാരിച്ച് തീർക്കാൻ ആ 20 മിനിറ്റ്സ് മതി. അതെല്ലാം കുറച്ചധികം സംസാരിക്കണമെങ്കിൽ ഐ എം ഗിവിങ് മൈ 30 മിനിറ്റ്സ്. അതിന് ഞാൻ 1000 ചാർജ് ചെയ്യുന്നുള്ളൂ. അത് വളരെ കുറവാണ്.
അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര അവരെ ചാർജ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് 8-ൻ്റെ പണി കിട്ടിയതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് ചാർജ് ചെയ്യുന്നത്. പിന്നെ എന്തായാലും ചാർജ് ചെയ്യും. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര എനിക്ക് കുറച്ച് ഒരു അവയർനെസ് ഇതിനെക്കുറിച്ച് വന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫീ എടുത്തിട്ട് ചെയ്യുന്നത്. അതായത് എന്നെ വിളിച്ചിട്ട് ഒരാൾ നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, നിങ്ങളൊരു ദിവസം വിളിച്ചെന്ന് വിചാരിച്ച് നിങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പിറ്റേ ദിവസം കയറി വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങാമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ വെറുതെയാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ വളരെ പൊളൈറ്റായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. അതിനർത്ഥം ഞാൻ അപ്പോഴേക്ക് ഭയങ്കര ഓപ്പണായി ഫ്രണ്ട്സായി എന്നുള്ളതല്ല. പിന്നെ ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. പിന്നെ ഞാനൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസിലാണുള്ളത്. ഞാൻ ഒരിക്കലും അതിൽ നിന്ന് പുറത്തേക്ക് വരില്ല. ഞാൻ അങ്ങനെ പുറത്തേക്ക് വന്നതിൻ്റെയൊക്കെ പരിണിതഫലം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം എപ്പോഴും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെങ്ങനെയാണോ ഒരു ഡോക്ടറെ സമീപിക്കണേ അങ്ങനെ പോയിട്ട് സംസാരിച്ചാൽ മതി. അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഫ്ലേട്ടിങ് വേണ്ട. ചിലപ്പം നിങ്ങൾ ഭയങ്കര സ്പിരിച്വൽ പേഴ്സണാണ്, ഞാൻ വളരെ ശാന്തമായിട്ട് സംസാരിക്കും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വളരെ റൂഡാവാൻ എനിക്ക് നല്ലപോലെ അറിയാം. ഞാനിപ്പോൾ മസ്കുലൈനും ഫെമിനൈനും ബാലൻസ് ചെയ്ത പൊസിഷനിലാണുള്ളത്. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി ഇങ്ങനെ റിയാക്ട് ചെയ്യൂ, ഇങ്ങനെ പറയാൻ പാടുള്ളൂ, സ്പിരിച്വൽ പേഴ്സൺ അല്ല. അങ്ങനെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ എന്ത് സ്പിരിച്വാലിറ്റിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ സ്പിരിച്വാലിറ്റി ഞാനായിട്ട് തന്നെ നിൽക്കുക എന്നുള്ള. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വന്നാൽ ഞാൻ പ്രതികരിക്കും. അത് ചിലപ്പോൾ വളരെ മോശമായിട്ടും ഞാൻ പ്രതികരിച്ചേക്കാം. അങ്ങനെ ഒരുപാട് പേരൊന്നും എന്നെ ഫ്ലേർട്ട് ചെയ്യാനൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. കഴിയുന്ന ആൾക്കാരൊക്കെ എനിക്ക് ഒരു റെസ്പെക്റ്റും ആ ഒരു സ്പേസും തരലുണ്ട്. ചില ആളുകളാണ് കുറച്ച് നല്ലോണം ഇവർ സംസാരിച്ച് എന്നാൽ പിന്നെ ഇവരോട് ഫ്രണ്ട്ലി ആവാം, അടുത്ത സ്റ്റെപ്പ് ഫ്ലേർട്ടിങ് അങ്ങനെ വരുന്നത്. എനിക്കിപ്പോൾ തൽക്കാലം ഞാനൊരു ഹാപ്പി റിലേഷൻഷിപ്പിലാണുള്ളത്. എനിക്ക് വേറെ ഒരു ഫ്ലേർട്ടിങ്ങിനോ ആ രീതിക്ക് പോകാനോ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവച്ച് നിങ്ങളുടെ എനർജി വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. അപ്പം നിങ്ങൾ എന്നെ ഫസ്റ്റ് വിളിക്കണം എന്തിനാണ്? ബ്രേക്കപ്പായി, അവൾ പോയി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന് പറയാനാ. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നല്ലോട്ട് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പോകുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട്, അവർക്ക് മാത്രമുള്ള മറുപടിയാണ്. വേറെ ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാവരെ പറ്റി എനിക്ക് അങ്ങനെ ഒരു മോശം അഭിപ്രായമൊന്നുമില്ല. എന്നെ ഏറ്റവും മാന്യമായിട്ട് ഇപ്പോഴും ഷിഹാബൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം ഇപ്പോഴും ശ്രീജേഷ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആ ഒരു റെസ്പെക്റ്റ് തന്നു. റെസ്പെക്റ്റ് മീൻസ് മാം അത് ഇത് അങ്ങനെ വിളിക്കണം എന്നല്ല, പക്ഷേ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നൊരു ബോധത്തോടു കൂടി സംസാരിക്കാൻ കെൽപ്പുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾ പൈസ അടച്ചിട്ട് നിങ്ങൾ ആ പൈസ പോലെ ഉണ്ടാവുള്ളൂ. വേറൊരു കാര്യം അതുകൊണ്ട് ഉണ്ടാവാൻ പോകണില്ല. അപ്പം അത്രയും പറഞ്ഞ് ബൈ.